നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദരുടെ നാരായണീയത്തിലെ വിരാട് പുരുഷോൽപത്തി എന്ന 5-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ആദ്യം നമുക്ക് ശ്ലോകം പഠിക്കാം. തസ്മാദ് വ്യോമ തദ സസർജിത വിഭോ സ്പർശം തദോ മാരുതം തസ്മാദ് രൂപമദോ മഹോധജരസം തോയം ജഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്ഥാമസാത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ശബ്ദാത് വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപം അധഃ മഹഃ അധ ച രസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവ കലനാത് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമം ഇമം ത്വം ഏവ ഭഗവൻ പ്രാകാശയഃ താമസാത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ശബ്ദാത് വ്യോമ തത സ്പർശം അധഃ മാരുതം തസ്മാത് രൂപം തതഃ മഹഃ അധ ച രസം തോയം ഗന്ധം മഹീം ച വിഭോ സസർജിത. ഹേ മാധവ ഏവം പൂർവപൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ഇമം ഭൂതഗ്രാമം ഭഗവൻ ത്വം ഏവ താമസാത് പ്രാകാശയഃ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ സർവശക്ത, ശബ്ദത്തിൽ നിന്നും ആകാശത്തെയും ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും അതിൽ നിന്ന് മാരുതനെയും വീണ്ടും രൂപത്തെയും പിന്നീട് തേജസ്സിനെയും തേജസ്സിൽ നിന്നും രസം ജലം എന്നിവയെയും ഗന്ധം ഭൂമി എന്നിവയെയും അങ്ങ് സൃഷ്ടിച്ചു. അല്ലയോ ലക്ഷ്മീകാന്തനായ ഭഗവാനെ, ഇപ്രകാരം ആദ്യമാദ്യം വിവരിച്ചതിനോടുള്ള സംബന്ധത്താൽ അവയുടെ ധർമാധർമ്മങ്ങളോടു ചേർന്നിണങ്ങിയ ഈ ഭൂതസംഘത്തെ അങ്ങു തന്നെ താമസാംശത്തിൽ നിന്നും സൃഷ്ടിച്ചു. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.